കോൺഗ്രസിനെതിരെ ഓർത്തഡോക്സ് സഭയും NSSും SNDPയും എതിരായതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഇതാ ഓർത്തഡോക്സ് സഭയും കോൺഗ്രസിനെതിരായി. പിണറായിക്ക് തുടർഭരണം ഒരുക്കുവാൻ കേക്കച്ചനും സംഘവും അഹോരാത്രം പണിയെടുക്കുന്നു എന്നതിന്റെ അടുത്ത തെളിവാണ് ഇത്. KPCC പൊതുസംഘടന നടത്തിയപ്പോൾ ഓർത്തഡോക്സ് സഭാംഗങ്ങളായ ചാണ്ടിയുമ്മനെയും അബിൻ വർക്കിയെയും യാതൊരു പദവികളിലേക്കും പരിഗണിച്ചില്ല, അവരെ ഒതുക്കി എന്ന് കണ്ടാണ് ഓർത്തഡോക്സ് സഭ പരസ്യ വിമർശനവുമായി കഴിഞ്ഞ ദിവസം എത്തിയത്. ഓർത്തഡോക്സ് സഭയുടെ സംഘി മെത്രാൻ എന്നറിയപ്പെടുന്ന സബോളക്കണ്ണൻ മെത്രാനാണ് പരസ്യ വിമർശനവുമായി രംഗത്ത് വന്നത്. കഞ്ഞിക്കുഴിയിലെ പൈശാചിക ലോകം അരമനയിൽ വെച്ച് നടത്തിയ അവാർഡ് കൊടുപ്പ് പരിപാടിക്കിടെ വേദിയിൽ ചാണ്ടിയുമ്മനെ ഇരുത്തിക്കൊണ്ടാണ് സബോളക്കണ്ണൻ മെത്രാൻ ഇപ്രകാരം മൊഴിഞ്ഞത്. മലങ്കര സഭ ആർക്കും ഏത് വിധത്തിലും കൊട്ടാവുന്ന ചെണ്ടയാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അബിൻ വർക്കിയും ശ്രീ ചാണ്ടിയുമ്മനുമൊക്കെ ഞങ്ങളുടെ യുവതയാണ്. അവരാരും മതം വെച്ച് കളിക്കാറില്ല. അവരാരും ഞങ്ങൾ ഇന്ന സഭക്കാരാണെന്നും പറയാറില്ല. രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഒരു തീവ്രവാദത്തിനും മലങ്കര സഭ ഒരിക്കലും കൂട്ടുനിന്നിട്ടില്ല, നിൽക്കുകയുമില്ല. മോദിക്കോട്ടും വിട്ട് മോദി സ്തുതികളുമായി നടന്ന സബോളക്കണ്ണൻ ക്രിസംഖ്യ കൂദാശ തൊഴിലാളികളുടെ അഖിലേന്ത്യാ തലവനായി. BJPയുടെ കേരളത്തിലെ ഭാരവാഹികളുടെ ലിസ്റ്റ് വന്നപ്പോൾ എത്ര ഓർത്തഡോക്സുകാരെ പരിഗണിച്ചു എന്നുകൂടി ഊളയോസ് വെളിപ്പെടുത്തുന്നത് ഈ അവസരത്തിൽ നന്നായിരിക്കും. അതുപോലെ ഓർത്തഡോക്സ് സഭാംഗങ്ങളിൽ പല പാർട്ടികളിലും വിശ്വസിക്കുന്നവരുണ്ട്. ഇപ്രകാരം ഒരു അഭിപ്രായം സബോളക്കണ്ണൻ പറഞ്ഞത് സ്വന്തം അഭിപ്രായമാണോ അതോ സഭയുടെ അഭിപ്രായമാണോ എന്നും കൂടി സഭാ നേതൃത്വം ഉടനെ വ്യക്തമാക്കണം. പിണറായി അധികാരത്തിലേറിയപ്പോൾ മുൻ കാതോലിക്ക പൗലോസുദിയൻ പറഞ്ഞത് ഞങ്ങൾ സനാതരായി എന്നാണ്. പൗലോസുദിയന്റെ ആവശ്യപ്രകാരമാണ് മുൻ സഭാ സെക്രട്ടറി ജോർജ് ജോസഫിന്റെ ഭാര്യ വീണ ജോർജിന് ആറന്മുളയിൽ സീറ്റ് കൊടുത്തത്. വീണ ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിയുമാണ്. ഈ വീണ ജോർജിനെ തോൽപ്പിക്കുവാനായി അഹമ്മദാബാദിൽ നിന്നും ആറന്മുളയിൽ വന്ന് അട്ടിപ്പേറ് കിടന്ന് ക്ഷുദ്രപ്പണിയെടുത്ത ആ മെത്രായോളിയാണിപ്പോൾ ചാണ്ടിയുമ്മിന് വേണ്ടിയും അബിൻ വർക്കിക്ക് വേണ്ടിയും കരയുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. ഇത് അവരോടുള്ള ഇഷ്ടം കൊണ്ടല്ല, മറിച്ച് ഒത്താൽ വീണക്കിട്ട് ഒരു പണിയും അൾട്ടിമേറ്റ്ലി ചാണ്ടിക്കിട്ടും അബിനിട്ടുമുള്ള മറ്റൊരു പണി കൂടിയാണ് ഊളയോസിന്റെ ഈ പ്രസംഗം. സണ്ണി ജോസഫിന്റെ ആ പ്രസംഗത്തിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം അടുത്ത പണി ഉറപ്പാണെന്ന്. ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ഒരു മെത്രാനാണ് ഈ ഊളയോസ്. ഉമ്മൻചാണ്ടിയെ മാമോദിസ മുക്കിയ പുതുപ്പള്ളിയുടെ ആ മാമോദിസ തൊട്ടി ശപിക്കപ്പെട്ടതാണ് എന്നുവരെ പരസ്യമായി വിളിച്ചു പറഞ്ഞവനാണ് ഈ മെത്രാൻ എന്നോർക്കണം. ആ മെത്രാനാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകനു വേണ്ടി കേഴുന്നത് എന്നോർക്കണം. ഡേയ് ഊളയോസെ, നിന്നെ കണ്ട് ഓന്തുപോലും നാണിച്ചു പോകുമല്ലോടെ. ഒരു സങ്കടമുള്ളത്, അയ്യോ പുതുപ്പള്ളിയുടെ മലങ്കരയുടെ അഭിമാനമായ ദേവാലയത്തിലെ മാമോദീസ തൊട്ടിയിൽ ഇങ്ങനെ ഒന്ന് ജനിച്ചു പോയല്ലോ എന്നുള്ള ഇന്ന് മലങ്കര സഭയ്ക്കുണ്ട്. അതുകൂടെ ഇവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അതുപോലെ ഓർത്തഡോക്സ് കുപ്പായ തൊഴിലാളി യൂണിയന്റെ പ്രസിഡന്റും കോൺഗ്രസുകാർക്ക് മുട്ടൻ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരുന്നു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമായിരുന്നു: രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടുന്നത് പാർട്ടികൾ തന്നെയാണ്. എടുക്കുന്ന തീരുമാനങ്ങളിൽ 100% തൃപ്തി ഉണ്ടാകുന്നില്ല എന്ന് സമ്മതിക്കേണ്ടി വരുന്നതും പാർട്ടി നേതൃത്വത്തിന്റെ മാത്രം പ്രശ്നമാണ്. പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ചില തീരുമാനങ്ങൾ കാണുമ്പോഴും സഭയും സമൂഹവും തുറന്നു പറയും. ആ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. കഴിവുള്ള നേതാക്കന്മാർ നേതൃത്വത്തിൽ വരണം എന്നത് പൗരന്മാരുടെ സ്വപ്നമാണ്. അവരെ മതത്തിൻ്റെയും താല്പര്യങ്ങളുടെയും പേരിൽ തഴയുന്നത് സങ്കടകരമാണ്. ആ അഭിപ്രായത്തിന് ചെവി കൊടുക്കാത്തവർ എങ്ങനെ ജനാധിപത്യത്തിന്റെ കാവൽക്കാരാകും? ഇനി അതല്ല, മലങ്കര സഭയുടെ പിന്തുണ വേണ്ടെങ്കിൽ അക്കാര്യം നേതൃത്വം തുറന്നു പറയണം. സാമുദായിക സമവാക്യങ്ങളിലൂടെ കസേര കിട്ടിയവരുടെ മറുപടി ഇവിടെ പ്രസക്തവുമല്ല. കാലാവസ്ഥ അനുകൂലമെന്ന് കണക്ക് കൂട്ടുന്നവർ ഇത് മേഘവിസ്ഫോടനങ്ങളുടെ കാലമാണെന്ന് മറക്കരുത്. അമ്മയിലെ നീ പറഞ്ഞാൽ നിന്റെ പെണ്ണുമ്പിള്ള പോലും വോട്ട് ചെയ്യുമോ എന്ന് ആലോചിക്കണം. ഓർത്തഡോക്സ് വിശ്വാസികൾക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ളവരാണ്. അവരൊന്നും ഏത് മെത്രായോളി പറഞ്ഞാലും മുഖവിലക്കെടുക്കില്ല എന്നും മനസ്സിലാക്കണം. സാമുദായിക സമവാക്യങ്ങളിലൂടെ കസേര കിട്ടിയവരുടെ മറുപടി ഇവിടെ പ്രസക്തമല്ല എന്ന് അമയിൽ പാതിരി പറയുവാൻ കാരണം കത്തോലിക്ക ബിഷപ്പന്മാരുടെ ആവശ്യപ്രകാരമാണ് അരമനക്കുണ്ടൻ സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷന്റെ സ്ഥാനത്ത് വെച്ചത് എന്നതുകൊണ്ട് മാത്രമാണ്.
എന്തായാലും സണ്ണി ജോസഫിന്റെ മറുപടി ഒന്ന് കേൾക്കാം. സഭയുടെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് KPCC പുനഃസംഘടനയ്ക്കെതിരെ ഓർത്തഡോക്സ് സഭയുടെ പ്രതികരണത്തിന് ശേഷം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറയുകയുണ്ടായി. അരമനക്കുണ്ടൻ എന്ന ഒരൊറ്റ പരിഗണന കൊണ്ടാണ് ഈ മണകുണാഞ്ചന് KPCC പ്രസിഡന്റ് എന്ന ലോട്ടറി അടിച്ചത് എന്ന് ഓർത്തുകൊണ്ട് വേണം ഇദ്ദേഹം പറയുന്നത് കേൾക്കുവാൻ. KPCC പുനഃസംഘടനയെ ബന്ധപ്പെട്ട് വലിയ അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ് വാർത്തകൾ. കേരളത്തിൽ ഇന്നലെ വിട്ടുനിൽക്കുമെന്ന് പറഞ്ഞു, പിന്നീട് വന്നു എന്നൊക്കെയുള്ള ചർച്ചകളുണ്ട്. അങ്ങനെ അതൃപ്തി ഇപ്പോൾ ഉണ്ടോ? അത് പരിഹരിക്കാൻ എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നുണ്ടോ? കോൺഗ്രസ് ഒരു വലിയ ജനാധിപത്യ പാർട്ടിയാണ്. ആ പാർട്ടി കുറേ വർഷങ്ങൾക്ക് ശേഷം പാർട്ടിയുടെ ഒരു പുനഃസംഘടന വന്നപ്പോൾ 100% എല്ലാവർക്കും തൃപ്തിയുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. 100% തൃപ്തി. കോൺഗ്രസ്സിൽ സ്ഥാനങ്ങൾ ആഗ്രഹിച്ച നിരവധി പേരുണ്ട്. 100% തൃപ്തിയുണ്ടെന്ന് കരുതുന്നില്ല. എന്നാൽ അധികമായ അതൃപ്തിയുമില്ല. നേരിയ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ചർച്ചയിലൂടെ പരിഹരിക്കുകയും ചെയ്യും. ഇല്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സഭയുടെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സഭകൾക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒക്കെ മക്കൾ തന്നെ, അതിന് സംശയമൊന്നുമില്ല. ഈ സാമുദായിക കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കാറുണ്ടോ ഭാരവാഹി? എല്ലാ കാര്യങ്ങളും കണക്കിലെടുക്കാറുണ്ട്. കോൺഗ്രസ് എല്ലാ കാര്യങ്ങളും കണക്കിലെടുക്കാറുണ്ട്. അത് ഒരു കൂട്ടർ പ്രത്യേകിച്ചും അതൃപ്തി ഉണ്ടാക്കാനും കാരണമായി അല്ലേ? ഒരാൾക്കും അതൃപ്തിയില്ല. വ്യക്തികളെ പൂർണ്ണ തൃപ്തരല്ലാത്തവരുണ്ടാവും. എനിക്കിപ്പോൾ കുറച്ചും കൂടെ ഉയർന്ന സ്ഥാനം വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ അതൃപ്തി ഉണ്ടാവും. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ച് ആസ് എ ഹോൾ മാധ്യമങ്ങളും കാണേണ്ടത് ഇത് നല്ല കഠിന പരിശ്രമം നടത്തി, നല്ല ചർച്ചകൾ നടത്തി മെച്ചപ്പെട്ട ഒരു ടീമിനെയാണ് ഞങ്ങൾ നിയോഗിച്ചിട്ടുള്ളത്. ഇനി ചാണ്ടിയുമ്മൻ ഊളയോസ് മെത്രാന്റെ പ്രസ്താവനയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് കാണുക. എന്താണ് സഭാമക്കൾക്ക് അവഗണന ഉണ്ടാവുമെന്നാണോ പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഈ രാഷ്ട്രീയവും എന്നെ സംബന്ധിച്ച് പാർട്ടിയാണ് എല്ലാം. ഈ പാർട്ടി എനിക്ക് എല്ലാം തന്നിട്ടുണ്ട്. എനിക്ക് ഒന്നും തരാതിരുന്നിട്ടില്ല. ഞാനിന്ന് MLA ആയിരിക്കുന്നത് എൻ്റെ പിതാവിനെ 53 വർഷക്കാലം രാജ്യത്ത് ഒരാളുമില്ല അങ്ങനെ ഒരേ സ്ഥലത്ത് MLA ആയിരുന്ന 53 വർഷക്കാലം MLA ആക്കിയത് എൻ്റെ പാർട്ടിയാണ്. എൻ്റെ ജീവിതം എൻ്റെ പാർട്ടിക്ക് വേണ്ടിയുള്ളതാണ്. ഞാനത് വ്യക്തമാണ്. പക്ഷെ ഞാനൊരു മനുഷ്യനാണ്. ചില സാഹചര്യങ്ങളിൽ എനിക്ക് വിഷമം വന്നെന്നിരിക്കാം. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം അവിടെ പാർട്ടിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, പാർട്ടിയുമായിട്ടുള്ള ഇഷ്യൂസ് ഞങ്ങൾ പാർട്ടിക്കകത്ത് സംസാരിക്കും. പാർട്ടിക്കകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. പാർട്ടിക്കകത്ത് ഞങ്ങളുടെ വ്യക്തി പ്രശ്നങ്ങൾ എൻ്റെ നേതാവിനോട്, എൻ്റെ പ്രസിഡന്റിനോട്, എൻ്റെ നേതാക്കൾ ശ്രീ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ എല്ലാവരോടും ഞങ്ങൾ സംസാരിക്കും. അതിനകത്ത് വേറെ പരിഗണനകൾക്കൊന്നും എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യമില്ല. എന്തുവാ ചാണ്ടിയുമ്മ ഇത്? എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്ക്. പരാതികൾ പറയുവാനുള്ള വേദി പാർട്ടിക്കുള്ളിലാണെന്ന് അറിയാമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് കഴിഞ്ഞ ദിവസം വഴിയിൽ നിന്നും വായിൽ തോന്നിയതൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് പണി മേടിച്ചത്? ദേശീയ നേതൃത്വം ഒരു തീരുമാനം എടുക്കുമ്പോൾ അതെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാം. എന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം എന്നെ പാർട്ടിയിൽ നിന്ന് എന്റെ സ്ഥാനത്ത് നീക്കി. എനിക്ക് വളരെയധികം മാനസികമായ വിഷമമുണ്ടായ ഈ കാര്യമാണ്. ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല. 2, എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിവെച്ച് ഒഴിഞ്ഞേനെ. എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് എന്നെ പുറത്താക്കിയത്. പക്ഷെ അപ്പോഴും ഞാൻ പാർട്ടിയുടെ തീരുമാനം എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന് വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യമാണെന്ന് അറിയാം. പക്ഷേ പാർട്ടിയുടെ തീരുമാനമെടുത്ത സാഹചര്യത്തിൽ അത് അംഗീകരിക്കുകയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ചാണ്ടിയുമ്മ പറയുന്ന വാക്കുകൾ സൂക്ഷിച്ചു പറയുക. എവിടെയാണ് എന്താണ് പറയുന്നത് എന്ന നല്ല ബോധം ഉണ്ടായിരിക്കണം. എന്തായാലും ഊളയോസിന്റെ പ്രസംഗം കൊണ്ട് ചാണ്ടിയുമ്മനും അബിൻ വർക്കിക്കും ദോഷമല്ലാതെ ഗുണമൊന്നും വരാൻ സാധ്യതയില്ല. ഊളയോസ് ഓർത്തഡോക്സ് സഭയിലെ വല്ല കൂതാശകളെ പറ്റിയൊക്കെ പറയുക. കുറിയലായിസോൺ നീട്ടിപ്പറയണോ അതോ കുറുക്കി പറയണോ? അൻപൊടിയോനെ പാടുമ്പോൾ കോട്ടുവായിടാമോ? അംശവടി കാണുമ്പോൾ കുനിഞ്ഞു നിൽക്കണോ? അതൊക്കെ പറയാം. അതുപോലെയാണോ രാഷ്ട്രീയം? അതൊക്കെ പറയുവാൻ ഇവിടെ ആണുങ്ങളുണ്ട് എത്രാനെ. ഇനി രാഷ്ട്രീയ കാര്യങ്ങളിലൊന്നും അഭിപ്രായമായി ദയവേത് ഇറങ്ങിയേക്കരുത്. ഉള്ള കാര്യം പറഞ്ഞേക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.